ഈതേഴ്സിൻ്റെ നോമൻക്ലേച്ചറിനെ പറ്റി പഠിക്കാം. ഈതേഴ്സ് എന്ന് പറയുന്നത് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിന് കോമൺ നെയിമും ഉണ്ട്, IUPAC നെയിമും ഉണ്ട് അല്ലേ. അപ്പോൾ കോമൺ നെയിമും IUPAC നെയിമും ഈതേഴ്സിൻ്റെ എങ്ങനെയാണ് എഴുതുക എന്നാണ് നമ്മൾ ഈ പഠിക്കുന്നത്. ആദ്യമായിട്ട് കോമൺ നെയിമിനെ പറ്റി പഠിക്കാം. കോമൺ നെയിമിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ ഈതേഴ്സിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടൊന്ന് ചിന്തിക്കണം. എങ്ങനെയാണ് ഈതേഴ്സിൻ്റെ സ്ട്രക്ചർ? ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ്, ഓക്സിജൻ, പിന്നീട് ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഒരു അരൈൽ ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ ഓക്സിജനുമായിട്ട് രണ്ട് ആൽക്കൈൽ അല്ലെങ്കിൽ അരൈൽ ഗ്രൂപ്പ് ജോയിൻ ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഈതറിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ കോമൺ നെയിം എഴുതണമെങ്കിൽ വി ഹാവ് ടു നോ അബൌട്ട് നെയിം ഓഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ് ഓർ അരൈൽ ഗ്രൂപ്പ്. ഓക്സിജനുമായിട്ട് യോജിച്ചിരിക്കുന്ന ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെയും അരൈൽ ഗ്രൂപ്പിൻ്റെയും പേരുകളെ കൺസിഡർ ചെയ്യണം. എന്നിട്ട് അവയെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ എഴുതണം. അതിനുശേഷം ആഡ് ദ വേർഡ് ഈതർ എന്ന വേർഡ് ആഡ് ചെയ്യണം. ഇങ്ങനെയാണ് ഈതേഴ്സിൻ്റെ കോമൺ നെയിം എഴുതുന്നത്. അപ്പം എങ്ങനെയാണ് ഈതേഴ്സിലുള്ള ആൽക്കൈൽ പാർട്ട് അല്ലെങ്കിൽ അരൈൽ പാർട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക, അവയുടെ പേര് സെപ്പറേറ്റ് എഴുതുക, പിന്നീട് അതിനെ ആൽഫബറ്റിക്കൽ ഓർഡറിൽ ആദ്യം വരുന്ന പേര് ഏതാണോ അത് എഴുതുക, ആൽഫബറ്റിക്കൽ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക, അതിനുശേഷം ഈതർ എന്ന വാക്ക് ആഡ് ചെയ്യുക. ഇങ്ങനെയാണ് ഈതേഴ്സിൻ്റെ കോമൺ നെയിം റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്നാൽ IUPAC നെയിം എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? IUPAC നെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കോക്സി ആൽക്കെയിൻ ആണ്. അതായത് സ്മോളർ ആൽക്കൈൽ ഗ്രൂപ്പാണ് ആൽക്കോക്സി എന്ന് എഴുതുക. നമ്മുടെ ഈതറിൽ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുള്ള ആൽക്കൈൽ ഗ്രൂപ്പിലെ സ്മോളർ വൺ ഏതാണോ അതിനെ ആൽക്കോക്സി എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. ലാർജർ ഗ്രൂപ്പ് ഏതാണോ അതിനെ ആൽക്കെയിൻ്റെ പാർട്ടായിട്ടും എഴുതുന്നു. ഇത്തരത്തിൽ കോമൺ നെയിമും IUPAC നെയിമും നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. നമുക്ക് ചില എക്സാമ്പിൾസ് വഴി ഇതൊന്ന് എഴുതി നോക്കിയാലോ. ആദ്യത്തെ കോമ്പൗണ്ടായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് CH3OCH3. CH3OCH3നെ പറ്റി നോക്കുമ്പോൾ ഓക്സിജൻ ആറ്റത്തിൻ്റെ രണ്ട് വശത്തും CH3 ഗ്രൂപ്പാണ് അല്ലേ, മീഥൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ കോമൺ നെയിം എങ്ങനെയാണ് എഴുതുക? രണ്ടും മീഥൈൽ ആയതുകൊണ്ട് ഡൈമീഥൈൽ എന്നെഴുതി ഈതർ എന്ന വാക്കുകൂടെ ആഡ് ചെയ്യപ്പെട്ടു. അപ്പോൾ കോമൺ നെയിം ഡൈമീഥൈൽ ഈതർ. IUPAC നെയിം എങ്ങനെയാണ്? ചെറിയ ആൽക്കൈൽ പാർട്ടിനെ ആൽക്കോക്സി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ഇവിടെ ഓക്സിജൻ്റെ രണ്ട് ഭാഗത്തും സെയിം ആയതുകൊണ്ട് ഒരു ആൽക്കൈൽ പാർട്ടിനെ നമുക്ക് ആൽക്കോക്സി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം, അതായത് മെത്തോക്സി. അടുത്ത ആൽക്കൈൽ പാർട്ടിനെ ആൽക്കെയിൻ്റെ പേരായിട്ട് എഴുതാം. സോ മെത്തോക്സി മീഥൈൻ എന്ന് എഴുതാം. അടുത്തത് കൺസിഡർ ചെയ്താൽ C2H5OC2H5. ഇതും ഒരു സിമെട്രിക്കൽ ഈതർ തന്നെയാണ്. ഓക്സിജൻ്റെ രണ്ട് വശത്തും ഈഥൈൽ ഗ്രൂപ്പുകളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കോമൺ നെയിം എന്താണ് വരിക? ഡൈ ഈഥൈൽ ഈതർ. IUPAC നെയിമോ? രണ്ടും ആൽക്കൈൽ പാർട്ടും സെയിം ആയതുകൊണ്ട് തന്നെ ഒരു ആൽക്കൈൽ പാർട്ടിനെ ആൽക്കോക്സി എന്നും പിന്നീടുള്ളതിനെ ആൽക്കെയിൻ എന്നും എഴുതുന്നു. ഇവിടെ എത്തോക്സി ഈഥൈൻ എന്ന് എഴുതാവുന്നതാണ്. അടുത്ത എക്സാമ്പിളിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത് C6H5OCH2CH3. ഇതൊരു അൺസിമെട്രിക്കൽ ഈതറാണ് അല്ലേ. ഓക്സിജൻ്റെ രണ്ട് ഭാഗത്തുമുള്ള ആൽക്കൈൽ പാർട്ടുകൾ ഡിഫറൻ്റ് ആണ്. ആദ്യത്തെ ആൽക്കൈൽ പാർട്ട് ഫിനൈൽ എന്നും CH2CH3നെ ഈഥൈൽ എന്നും പറയാം. അപ്പോൾ കോമൺ നെയിം എങ്ങനെ എഴുതാം? ഈഥൈൽ. അക്കോർഡിംഗ് ടു ആൽഫബറ്റിക്കൽ ഓർഡർ ഈഥൈലും ഫിനൈലും വരുമ്പോൾ ആദ്യം വരുന്നത് ഈഥൈലാണ് അല്ലേ. അതുകൊണ്ട് ഈഥൈൽ ഫിനൈൽ ഈതർ എന്നാണ് കോമൺ നെയിം. IUPAC നെയിമോ? ഏറ്റവും ചെറിയ ആൽക്കൈൽ പാർട്ട് ഏതാണോ അതിനോടൊപ്പം ഓക്സി എന്ന് ചേർക്കണം. ഇവിടെ ഈഥൈൽ ഗ്രൂപ്പാണ് ഫിനൈൽ ഗ്രൂപ്പിനേക്കാളും നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് കുറവ് അല്ലേ, അതായത് ചെറുത്. സോ എത്തോക്സി ബെൻസീൻ എന്നാണ് ഇതിൻ്റെ IUPAC നെയിം. ഫിനൈലിനെ C6H5 ഗ്രൂപ്പിനെ ഒരു സബ്സ്റ്റുവൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ഫിനൈൽ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ നമുക്കതിനെ ബെൻസീൻ എന്ന് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഈതേഴ്സിൻ്റെ കോമൺ നെയിമും IUPAC നെയിമും നമുക്ക് എഴുതാവുന്നതാണ്.